ലോകത്തിൽ രണ്ട് ടൈപ്പ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. വൺ ഹൂ ഈസ് സക്സസ്ഫുൾ, ദ അതർ വൺ യെറ്റ് ടു ടേക്ക് ഡിസിഷൻ. സക്സസ് ആയ ആൾക്കാരും തീരുമാനം എടുക്കാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജീസ് കാഷ്വൽ ടോക്ക്, എ ടോക്ക് റിലേറ്റഡ് ടു ക്യാഷ്. ഹാപ്പി സൺഡേ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് 3D എന്നുള്ളൊരു ഫോമുലയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലും ഫിനാൻഷ്യൽ ലൈഫിലും എല്ലാം സംബന്ധിച്ച് ഈ വേർഡ്. കാരണം ഒന്ന് ആദ്യം നമുക്ക് വേണ്ടത് ഡ്രീമാണ്. കൃത്യമായൊരു ഡ്രീം വേണം. പിന്നെ ആ ഡ്രീം കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിസിഷൻ വേണം. ദെൻ ഡെഡിക്കേഷൻസ്. ഫിനാൻഷ്യൽ പ്ലാനെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമുക്കൊരു ഡ്രീം ഉണ്ടാവും. കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, നമ്മളെ റിട്ടയർമെന്റ്, വെൽത്ത് ക്രിയേഷൻ, അത് നമ്മുടെ ഡ്രീമാണ്. പക്ഷേ ഡ്രീമിലേക്ക് എങ്ങനെ എത്തുക? ഡ്രീമിലേക്കുള്ള ദൂരം കൃത്യമായൊരു ഡിസിഷനാണ്. നമ്മൾ ഡിസിഷൻ എടുക്കും. ദെൻ ആ ഡ്രീമിലേക്കുള്ള കൃത്യമായിട്ട് ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അതിലേക്ക് നമ്മൾ എഫേർട്ട് ഇടണം. ഡെഡിക്കേറ്റഡ് എഫേർട്ട് വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പേരൻസ് കുട്ടികൾ ജനിച്ച ഉടനെ അതിനു വേണ്ടി കൃത്യമായി ഫണ്ട് വേണമെന്ന് ഒരു സ്വപ്നം കാണുന്നില്ല. പക്ഷെ അവരെന്താ പ്രശ്നം വെച്ചാൽ അവർ കുട്ടിക്ക് ഇപ്പോൾ 5 വയസ്സോ 10 വയസ്സായിട്ടുണ്ട്. പക്ഷേ they are yet to be decided. തീരുമാനിച്ചിട്ടില്ല ഇനിയും. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ആ ഡ്രീമിലേക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, സ്വപ്നത്തിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് തീരുമാനം എടുക്കുക. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു ഫണ്ട് ഞാൻ മാറ്റി വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്തായാലും റിട്ടയർ ആവുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ഫണ്ട് മാറ്റി വെക്കുക. അതും ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തവർ കൃത്യമായി നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ പേരൻസിനാണെങ്കിൽ അവരുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് നമ്മൾ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ പ്ലാനിങ് റിപ്പോർട്ട്സ് കൊടുക്കും. പിന്നെ നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്, അതിനുവേണ്ടി അവർ FX റിപ്പോർട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡെഫിനറ്റ്ലി വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു സോ മച്ച്.